ടു ഞാൻ നമ്മുടെ ചുരിദാർ നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഇതാണ്. ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുള്ളൂ, നമ്മൾ എപ്പോഴും കൊണ്ടുവരാറുള്ള പ്രൊഡക്റ്റ് ആണ്. എല്ലാ കാലവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഐറ്റം ആട്ടോ. നല്ല ജോർജറ്റിൽ ക്രേപ്പ് ഫാബ്രിക് ആണ്. അതിന്റെ കളർ കോമ്പിനേഷനും ഈ ഒരു ഡിസൈനും നല്ല ഹിറ്റായിട്ട് നമുക്ക് എപ്പോഴും ഓടുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇതിന്റെ ആ ഒരു പാറ്റേൺ നമുക്ക് തയ്ച്ചിട്ടാനുള്ള ഒരു കംഫർട്ടും ഇതുമൊക്കെ എല്ലാവർക്കും തന്നെ ഇഷ്ടമായതുകൊണ്ടാണ് ഇത് എപ്പോഴും തന്നെ ഓടുന്നത്. മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആട്ടോ. പിന്നെ ഇത് പ്യുവർ ക്രേപ്പ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് കാണിക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ എടുത്ത് വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മടക്ക് മാറ്റി വെക്കണം, പിന്നെ ഒന്ന് വിരിച്ചിട്ടാൽ മതി. അല്ലാതെ മടക്കി എടുത്ത് അങ്ങനെ വെച്ചിരുന്നാൽ, അങ്ങനെ എടുക്കാതെ വെച്ചിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഉറുമ്പ് അത്തേക്ക് കയറും കേട്ടോ. അപ്പോൾ അതങ്ങനെ ശ്രദ്ധിച്ചോണം. ഈ ഒരു പ്രൊഡക്റ്റ് അങ്ങനത്തെ ഇതുണ്ട്. പ്യുവർ ക്രേപ്പിന്റെ ഫാബ്രിക്കുകളൊക്കെ എല്ലാം അങ്ങനത്തെ ഇതുണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. നല്ല ഫാബ്രിക് ആയതുകൊണ്ടാണ്. വാഷ് ചെയ്തതിന് കുഴപ്പമില്ല, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒരു ചുരുങ്ങുന്ന സൈസ് ഫാബ്രിക്കാണ്. പ്യുവർ ക്രേപ്പിനെല്ലാം അതുണ്ട്. അതുകൊണ്ട് പറ്റുവാണെങ്കിൽ ഡ്രൈ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് തേക്കുമ്പോഴത്തേനും പിന്നെ നോർമൽ ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചൂടിട്ടല്ല, ചെറുതായിട്ട് പേപ്പറൊക്കെ ഇട്ട് തേച്ചെടുത്താൽ മതി. നല്ല ഭംഗിയുള്ള ഐറ്റം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ക്രേപ്പ് മാത്രമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്, അതുപോലെ ഭംഗി ചെയ്തിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിന്റെ ഡിസൈൻ ഇതുപോലെ വരുന്നത്. ഇത് യോക്കാക്കോ താഴെയാക്കോ ചെയ്യാം കേട്ടോ. താഴത്തോട്ട് വരുമ്പോഴത്തേനും ഒരു റെഡ് കൂടിയിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതിന്റെ കളേഴ്സിനൊക്കെ ഉള്ളൂ. ദുപ്പട്ട ഇതാ കേട്ടോ. ഇതിന്റെ നമ്പർ വരുന്നത് V402, റേറ്റ് 1790 1796. അടുത്തതും വലിയ വ്യത്യാസമില്ല, അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ അറിയാൻ പാകത്തുന്ന വ്യത്യാസം ഇതിനില്ല കേട്ടോ. സൂക്ഷിച്ച് നോക്കിയെങ്കിലും മനസ്സിലാവുള്ളൂ. ഇതിൽ ചെറിയൊരു കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. റെഡ് തന്നെയാണ്, കുറച്ചുകൂടി ഒരു ഡാർക്കർ ടോൺ, വലിയ വേരിയേഷൻ ഇല്ല കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം മുമ്പേ കാണിച്ച പോലെ തന്നെ റെഡിന്റെ കൂടിയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ്. ഇതിന്റെ നമ്പർ V401, റേറ്റ് 1790. അടുത്ത കോമ്പിനേഷൻ ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആട്ടോ. സെയിം ആ റെഡിന്റെ തന്നെ ബ്ലൂ കളറാണെന്നുള്ളതേ ഉള്ളൂ, വേറെ വലിയ വേരിയേഷൻ ഇല്ല. ദുപ്പട്ടയും ബോട്ടം ഈ സെയിം തന്നെ, ഈ ബ്ലൂ ഷെയ്ഡ് ആട്ടോ. നല്ല രസമുള്ള ഐറ്റമാണ്. എനിക്ക് തോന്നുന്നു മിക്കവർക്കും കയ്യിൽ കാണും, കുറെ പേരെങ്കിലുമൊക്കെ കയ്യിൽ. കാരണം ഇത് എത്ര എടുത്താലും അങ്ങനെ ഒരു ഇഷ്ടം പോകാത്തൊരു ഐറ്റം ആട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ നമ്പർ വരുന്നത് V400, റേറ്റ് 1790. നെക്സ്റ്റ് വരുന്നത് സെയിം തന്നെ, നമ്മൾ ആദ്യം കാണിച്ചില്ല, അതുമായിട്ട് വലിയ വേരിയേഷൻ ഇല്ല. ആ ഒരു കോമ്പിനേഷൻസ് ഒക്കെ ഏകദേശം സെയിം ആട്ടോ. പിന്നെ ഇതിന്റെ യോക്ക് പോർഷനിലാണ് കുറച്ച് റെഡ് ചേർന്നിട്ട് വരുന്നത്. താഴത്തോട്ട് ബ്ലാക്ക് ഷെയ്ഡിലാണ്. തിരിച്ചാക്കി വേണമെങ്കിൽ അങ്ങനെയും തയ്ക്കാം കേട്ടോ. പിന്നെ ഇത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ കൂടുതൽ വരുന്നത്. ബോട്ടവും ബ്ലാക്ക് ഷെയ്ഡാണ്. പിന്നെ നോർമലി എല്ലാവരും തന്നെ ഈ ഒരു ബോട്ടം എടുത്തിട്ട് മിക്കവാറും ടോപ്പ് തയ്ക്കാറ് തന്നെയാണ് പതിവ്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. മറ്റേതാകുമ്പോൾ റെഡിന്റെ ഷെയ്ഡിലുള്ള ടോപ്പ് കിട്ടും. ഇത് ബ്ലാക്ക് തന്നെ പ്ലെയിൻ ആയിട്ട് ടോപ്പും കിട്ടും കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾക്ക് കാണുമല്ലോ, ബ്ലാക്കിന്റെ ബോട്ടം കാണുമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് അങ്ങനെ ഇത് ബോട്ടം എടുത്ത് തയ്ച്ചാൽ മതി. കാരണം സെയിം മെറ്റീരിയൽ തന്നെയാണ്, കൂടിയ ഫാബ്രിക്കെല്ലാം. അതുകൊണ്ട് ഇത് ബോട്ടം തയ്ച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിന്റെ നമ്പർ വരുന്നത് V403, റേറ്റ് സെയിം തന്നെ 1790.